ഗസയിൽ വിദേശ സൈനികരെ അനുവദിക്കില്ലെന്ന് ഹമാസ്. ബന്ദിമോചനത്തിന് ശേഷം ദേശത്തുടനീളം വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ സൈനികരെ നിയമിക്കണമെന്ന അഭിപ്രായം ഇസ്രായേലിൻ്റേതും പിന്നീട് അമേരിക്കയുടേതും പിന്നീട് ചില അറബ് രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരിക്കലും അനുവദിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഗസക്കാരുടേതാണ്. ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആ പ്രദേശത്തുള്ളവരാണ്. ഹമാസ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സംഘടനയാണ്. അവരുടെ സൈനിക സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട്. ഇത്രയും കാലം അവർ സംരക്ഷിക്കുകയും അവർക്ക് സാമൂഹ്യപരമായിരിക്കുന്ന സഹായ കാര്യങ്ങളൊക്കെ ചെയ്തു നൽകിയത് ഹമാസ് തന്നെയാണ്. അവർ തന്നെയാണ് തുടരുക. അതല്ലെങ്കിൽ ഗസയിലെ മറ്റുള്ള ആളുകൾക്കും ഇതിൽ പങ്കാളിത്തം വഹിക്കാം എന്നുള്ളതാണ്. ഈ ബന്ദിമോചനത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ സൈന്യം ഈ മേഖലയിൽ നിന്ന് പിൻവലിച്ചതോടനുബന്ധിച്ച് ഈ മേഖലയിൽ ഉടനീളം ഹമാസ് സൈനികരെ വിന്യസിച്ചിരിക്കുന്നു എന്നൊരു അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. 7000-ലോ അധികം സൈനികർ വ്യത്യസ്ത മേഖലകളിൽ നഗര ഗ്രാമ പ്രദേശങ്ങളിലെല്ലാം ഹമാസ് വിന്യസിച്ചിരിക്കുന്നു എന്നാണ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നിലപാട് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ കൃത്യതയോട് കൂടിയുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു, ബന്ദികൾ മോചിക്കുന്നു, പകരം ഇസ്രായേലിലെ കൈവശത്തിലുള്ള ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നു. എന്നാൽ ആ തടവുകാരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ കരാർ ലംഘിക്കുകയാണ്. അവർ തടവുകാരെ നാട് കടത്താനാണ് തീരുമാനിച്ചത്. ആ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് നാട് വിട്ടു പോകാം, അതിന് സൗകര്യം ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഫലസ്തീനുകൾ അവരുടെ ദേശത്ത് ജീവിക്കേണ്ടവരാണ്, മറ്റുള്ള രാജ്യത്തേക്ക് നാട് വിട്ടു പോകേണ്ടവരല്ല. ഇത്തരം ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു കരാർ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. ഇസ്രായേൽ ആരംഭഘട്ടത്തിൽ തന്നെ അത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹമാസ് പറഞ്ഞിരിക്കുന്ന തടവുകാരെ എല്ലാവരെയും ഒരേ സമയത്ത് അല്ലെങ്കിൽ എല്ലാവരെയും മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോക്കം പോയിരിക്കുന്നു. ചില ആളുകളൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 15-ലധികം രാഷ്ട്രീയ തടവുകാരുടെ ലിസ്റ്റ് ഹമാസ് പറയുകയും ആദ്യഘട്ടത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാം ഘട്ടത്തിൽ അവരെ ചില ആളുകളെ വെട്ടിമാറ്റുകയും മറ്റു ചില ആളുകളോട് രാജ്യം വിട്ടുപോകാൻ പറയുകയും ചെയ്തിരിക്കുന്നു. ഇത് കരാർ ലംഘനമാണ്. അതിൻ്റെ അപ്പുറമായ രീതിയിൽ മറ്റൊരു പ്രവൃത്തി കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഗസക്കകത്ത് ഇസ്രായേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹമാസിൻ്റെ തന്നെ സൈനിക മേധാവികളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരിൽപ്പെട്ടവരെയോ 2-ലധികം പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അത് അവിടെ തന്നെയുള്ള ഗോത്ര വിഭാഗത്തിൻ്റെ കയ്യിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. തങ്ങൾ അത്തരം ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായിരിക്കും നടപടിയെടുക്കും എന്ന് ഹമാസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഗസക്കകത്ത് ആഭ്യന്തര വിഷയമുണ്ടാക്കി ഹമാസിനെ ഇല്ലാതാക്കുകയോ അതല്ലെങ്കിൽ അവിടെ സൈനികമായിരിക്കുന്ന ബലം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെയാണ് അവരുടെ ബങ്കറുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പൂർണ്ണമായ രീതിയിലുള്ള നശിപ്പിക്കൽ പ്രക്രിയ ബന്ദിമോചനത്തിന് ശേഷം അവർ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നിഗൂഢമായിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനാൽ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ തങ്ങൾ സംബോധന ചെയ്തു വരുന്നത്, ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന തരത്തിൽ, അമേരിക്ക പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഗസ ഒന്നടങ്കം അടക്കി ഭരിക്കുക എന്നുള്ളതും ആ മേഖലയിൽ നിന്ന് ഒരു അടിമ വംശവരെ പോലെ ഈ ദേശത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതും നടക്കാത്തൊരു കാര്യമാണ്. ആയതിനാൽ ആ കാര്യത്തിൽ പിന്തിരിഞ്ഞാണ് ഉചിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗസക്കകത്ത് വലിയ രീതിയിൽ ഗോത്ര വിഭാഗങ്ങൾ ഹമാസിനെതിരെ ആയുധം ഏന്തിക്കൊണ്ട് വലിയ ആക്രമ കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. അവർക്കിടയിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഹമാസിന് ബദലായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. ഉണ്ടായ സംവിധാനത്തിന് ഇസ്രായേൽ ആയുധം നൽകുന്നു രഹസ്യമായ രീതിയിൽ. അങ്ങനെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സുസ്ഥിരത നഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്. അമേരിക്ക എല്ലാ രാജ്യങ്ങളും പരീക്ഷിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ഗസക്കകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിൻ്റെ ശ്രമം വിജയിക്കുകയില്ല എന്നുള്ളതാണ് ഹമാസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ചില അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന സംവിധാനം
ഗസയിൽ തുടരണം എന്നുള്ളത് തങ്ങളുടെ താല്പര്യപ്രകാരം പറയപ്പെട്ടതല്ല. അത് അമേരിക്ക അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അതിൽ തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും സൗദിയുടെയും UAEയുടെയും പേരുണ്ട്. തുർക്കി ഏറെക്കുറെ ഈ ഇതിന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഏറെക്കുറെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ മറ്റൊരു രാജ്യങ്ങളൊന്നും, അതായത് ഈജിപ്തോ UAEയോ സൗദിയോ ഔദ്യോഗികപരമായ രീതിയിൽ തങ്ങളുടെ സൈനികരെ ഇങ്ങോട്ട് അയക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണ റിപ്പോർട്ടൊന്നും ഇപ്പോൾ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. മാത്രവുമല്ല, അവിടെ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ സൈനികർക്ക് കീഴിൽ അല്ലെങ്കിൽ സൈനിക മേധാവികൾക്ക് കീഴിലാണ് ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങളുടെ സൈനികർ ജോലി ചെയ്യേണ്ടത്. അങ്ങനെ ആ സമയത്ത് നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവരുടെ നിലപാടിനനുസരിച്ച് മാത്രമേ നീങ്ങാൻ വേണ്ടി പറ്റൂ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമായിരിക്കും ഗസയിൽ ഉണ്ടാവുക. അമേരിക്കയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ താല്പര്യമാണ്. അപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്നതിന് തുല്യമായിരിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി അമേരിക്കക്ക് അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക മേധാവികൾക്ക് സാധിക്കും. ഇത് തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കമാണ്. അതായത് ഗസ എന്ന് പറയുന്ന ദേശത്തെ മുഴുവൻ വിഴുങ്ങാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും നടക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒട്ടുമിക്കാൽ ഭാഗങ്ങളിലും സൈനികരെ വിന്യസിച്ചുകൊണ്ട് അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയപ്രശ്നത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മധ്യ ഗസയിൽ നിന്നെല്ലാം ഏകദേശം പൂർണ്ണമായി തന്നെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് റഫ അതിർത്തിയുടെ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം പിന്മാറിയത് എന്ന് പറയുന്നു. 3-4 ഭാഗങ്ങളിലേക്ക് അവർ ഒതുങ്ങിയിരിക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അക്രമ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ അവർ അക്രമ കാര്യങ്ങൾ മറ്റൊരു തലത്തിൽ ആഭ്യന്തര വിഷയ രീതിയിലേക്ക് മാറ്റുകയും അങ്ങനെ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ബന്ദികൾ മുഴുവൻ മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര രാജ്യം പോലെ അല്ലെങ്കിൽ ഏത് തരത്തിലും ആക്രമിക്കാൻ പാകത്തിൽ ഒരു സംവിധാനം ഒരുക്കാനുള്ള ശ്രമം അവർ ആദ്യം തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഇവിടുത്തെ സാഹചര്യ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ചില നിലപാടുകളൊക്കെ മാത്രമേ തങ്ങൾ അംഗീകരിക്കുള്ളൂ. 21 നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത്. 21-ൽ 7-ലധികം നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിക്കാത്തതാണ്. അത് അംഗീകരിപ്പിക്കാൻ വേണ്ടി ആർക്കോട്ട് സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ താൽക്കാലികപരമായിരിക്കുന്ന ഒരു ശാന്തതയ്ക്ക് പുറമെ വലിയൊരു വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും നിരീക്ഷകർ ഈ വിഷയത്തെ ആസ്പദമാക്കി വിലയിരുത്തുകയാണ്. അതിനപ്പുറം ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ സൈന്യം ഇനിയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അക്രമ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ഭാഗങ്ങളിലെല്ലാം അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഹമാസ് ഒരുക്കുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ മധ്യ ഗസയിലെല്ലാം നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മൈനിങ് സ്ഫോടനമാണ്. മൈനിങ് കുഴിച്ചിട്ടിട്ട് അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികരും അതിന് ടാങ്കുകൾ ബന്ധപ്പെട്ടതും ഇല്ലാതാകുന്ന ഒരു പ്രത്യേക രീതികളും പ്രത്യേക സാഹചര്യങ്ങളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഹമാസ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ റൂട്ടുകളും അവർ വരാൻ പോകുന്ന വഴികളും മറ്റെല്ലാം ഏറെക്കുറെ ജനകീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ ജനനിബിഡമായിരിക്കുന്ന ദേശത്തു നിന്നെല്ലാം ഇവർ ഇസ്രായേൽ സൈന്യം മാറിയതിനാൽ ഇവിടെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ അവിടെ ഹമാസിന് സാധിക്കും. ഹമാസ് ഇപ്പോൾ കാര്യമായ രീതിയിൽ കാര്യങ്ങൾ നോക്കുന്നത് ഫലസ്തീനികൾ തിരിച്ചു വന്നവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര രീതിക്കനുസരിച്ച് അവിടെ കാരുണ്യ പ്രവർത്തന കാര്യങ്ങളൊക്കെ UN-ൻ്റെ നേതൃത്വം തന്നെ നടക്കുന്നുണ്ട്. അതിന് ഒരു രൂപ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനപ്പുറമായ രീതിയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കുക, ഗസ എന്ന് പറയുന്ന ദേശത്തെ സംരക്ഷിക്കാനും ആസ്പദമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പുതിയ യുദ്ധതന്ത്രങ്ങളും പുതിയ യുദ്ധ രീതികളും ഇപ്പം തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. 2 വർഷത്തോളം അവർ പറയുന്ന കാര്യം എങ്ങനെയാണ്, 2 വർഷത്തോളം ഗസ എന്ന് പറയുന്ന ദേശം അങ്ങനെ തന്നെ അടുക്കി ഭരിച്ചിട്ടും അവിടെ എല്ലാവിധ സൈനിക സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും ലോകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളും ശക്തികളും ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും യഥാർത്ഥത്തിൽ ഒരു ബന്ദിയെപ്പോലും മോചിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഗസക്കകത്ത് വളരെ സുരക്ഷിതമായ രീതിയിൽ അവരെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ബന്ദികളെ മോചിപ്പിച്ച് ആദ്യഘട്ടത്തിൽ 7 ബന്ദികളെ മോചിപ്പിച്ച വിവരങ്ങൾ പുറത്തു വന്നു. അത് അവിടെ തന്നെ വളരെ പെട്ടെന്ന് 10-20 മിനിറ്റിനിടയിലാണ് കൂണ് പോലെ മുളച്ചു പൊന്തുന്ന തരത്തിലാണ് ഏതോ വാതിലുകളൊക്കെ തുറന്നുകൊണ്ട് ഭൂമിൻ്റെ അടിയിൽ നിന്ന് അവരെ പുറത്താക്കിയത് എന്ന് ചില മീഡിയകളുടെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ സൗകര്യപ്രദമായ രീതിയിലും ഒരു വിഷയമില്ലാത്ത രീതിയിലുമാണ് അവർക്ക് മോചനം കിട്ടുന്നത്.
അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും യഥാർത്ഥത്തിൽ ഈ ടീമിന് ഉണ്ട് എന്ന് അവർ തെളിയിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് അവർ പറയുന്നത്, ഇനിയൊരു അക്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ താല്പര്യം കാണിക്കുന്നു, അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകൾ നടത്തുന്നു, എല്ലാ സർവ്വ മേഖലയിലും സൈനികരെ വിന്യസിക്കുന്നു, ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്ന മേഖലകളെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ ആയുധങ്ങൾക്കിടയിലൂടെയാണ് ബന്ദികൾക്ക് മോചനം സാധ്യമായത്. ഇതിനു മുൻപ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിരിക്കുന്ന സ്വതന്ത്രമായ രീതിയിൽ വിടണം, അവിടെ സൈനികർ ഉണ്ടാവാൻ പാടില്ല, ആയുധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയൊക്കെയാണ്. ആ രീതിക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടായത്. ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ചതി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ആ ചതി തുടങ്ങിയതിന് ബദലായിരിക്കുന്ന സംവിധാനം തങ്ങൾ ഒരുക്കും. 100% ഇസ്രായേൽ തങ്ങൾ വിശ്വസിക്കില്ല. കാരണം കഴിഞ്ഞ 10-75 വർഷമായി തങ്ങൾ അവരെ കൃത്യമായ രീതിയിൽ അറിയുന്നതാണ്. അവരുടെ നിലപാടുകളും അവരുടെ സമീപനങ്ങളും അവരുടെ രീതികളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തലമുറയായിട്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ലോകം മുഴുവനും അവർക്ക് വേണ്ടി സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കില്ല. കാര്യം തങ്ങളുടെ കയ്യിൽ അത് അനുഭവമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന കാര്യം ഇങ്ങനെയാണ്, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ ഊന്നൽ നൽകുന്നു. ഇനിയൊരു അക്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവില്ലെന്ന് തങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് ഞങ്ങളതിൽ പ്രതിരോധിക്കും. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗസയിലുടനീളം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.